ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്താണ്. എന്തിനാണ് അറിയോ? ഇവിടെ ഞാൻ അഡ്മിഷന് വന്നതാണ് എൻ്റെ മോൻ്റെത്, അതായത് കീം ത്രൂവിൽ ഒരു അഡ്മിഷന്. പക്ഷെ സംഭവിച്ചത് എന്ത്, കീമിന്റെ തേർഡ് അലോട്ട്മെന്റ് ലേറ്റ് ആയി, ഔട്ട് ആയിട്ടില്ല. ആക്ച്വലി 6th രാവിലെ തന്നെ ഔട്ട് ആവുന്നായിരുന്നു ന്യൂസ്. അങ്ങനെ നമ്മളെല്ലാവരും തന്നെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി കോട്ടയത്തേക്ക് വന്നു. ഇതുപോലെ പല പാരൻസും ത്രൂ ഔട്ട് കേരള എല്ലാവരും ആ ഒരു കോളേജിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ തേർഡ് അലോട്ട്മെന്റിലേക്കുള്ള കോളേജിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റ് എവിടുന്ന സീറ്റ് അഡ്മിഷൻ എടുത്തത് അവിടുന്ന് TC വാങ്ങണം. TC വാങ്ങണമെങ്കിൽ ഈ മെമ്മോ വരണല്ലോ. മെമ്മോ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ രാവിലെ മുതൽ ഇവിടെ ഇങ്ങനെ ഒരു ഇത് ഹോട്ടൽ റൂമാണ്. ഹോട്ടൽ റൂമിൽ റൂം എടുത്തിട്ട് ഇങ്ങനെ ഒരു ഡേ ഫുൾ വേസ്റ്റഡ്. അതിന്റെ വീഡിയോ ആണെന്ന്. അതായത് ഒരു ഡേ നമ്മൾ ഫുൾ വേസ്റ്റ് ചെയ്തു. മെമ്മോ വന്നോ നോക്കിയിട്ട്. അപ്പം പലരും വിചാരിക്കും എന്തുകൊണ്ട് മെമ്മോ വന്നിട്ട് ഇറങ്ങിയ പറയാം. അതായത് നമുക്ക് 2 ദിവസമാണ് അഡ്മിഷന് തന്നത്. അതായത് 6th ഉം 7th. 6th നമ്മൾ ഈ കോളേജിൽ നിന്ന് TC എടുത്തിട്ട് 7th ഉള്ളിൽ തന്നെ അടുത്ത പുതിയ കോളേജിൽ അഡ്മിഷൻ എടുക്കണം. അതിനുള്ള ടൈം വളരെ കുറവായതുകൊണ്ട് അധിക പാരൻസും കുട്ടികളും ഈ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ട് സ്റ്റേ ചെയ്തെന്നാണ് നമ്മൾ അറിഞ്ഞത് മിക്കവാറും. ഓക്കെ, സോ അതുപോലെ. പക്ഷെ അങ്ങനെ ഒരു ഡേയിലും നമ്മൾ ആ ഒരു ഡേ ഒരു നെഗറ്റീവ് ഡേ ആയിട്ട് പറയാം. നമ്മൾക്ക് വളരെ അപ്സെറ്റ് ആണ്. നമ്മൾ ഒരു ഡേ നമ്മൾ 4 പേരുടേതും വേസ്റ്റ് ആയി എന്നൊക്കെ പറയാം. പക്ഷെ ആ ഡേയിലും കോട്ടയത്ത് ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡേ സ്പെൻഡ് ചെയ്തത്. അപ്പൊ അതെന്തൊക്കെയാണ് നമ്മൾ എവിടേക്ക് പോയെന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വൈകിട്ട് വരെ അലോട്ട്മെൻ്റ് ഒന്നും വന്നില്ല. അപ്പോൾ നമ്മൾ 6th അലോട്ട്മെൻ്റ് ഒന്നും വന്നില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ ബൂസ്റ്റർ ചായ എന്നൊരു ഫേമസ് കഫേയിലേക്ക് പോയി. അത് നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ കഫേയിലേക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ബൂസ്റ്റർ ചായ എന്നാണ് പേരെങ്കിൽ അവിടുത്തെ സ്പെഷ്യലൊക്കെ ഐറ്റംസ് കോഫി ആയിരുന്നു. അപ്പോൾ ഞാനൊരു ബെൽജിയം ചോക്കോ അങ്ങനെ എന്തോ ഒരു ഷോർട്ട്സ് അങ്ങനെ എന്തോ വാങ്ങി. അതുപോലെ ഹേസൽനട്ട് കോഫി അങ്ങനെ എന്തൊക്കെയോ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഓർഡർ ചെയ്തു 3 ആൾ. പിന്നെ എൻ്റെ ഒരു മോൻ ചായ ഫേവറേറ്റാണ് അവൻ്റേത്. അപ്പോൾ അവൻ മസാല ചായ ഓർഡർ ചെയ്തു. അങ്ങനെ കുടിച്ചപ്പോഴാണ് മനസ്സിലായത് 90 റുപ്പീസാണ് ഈ ഒരു കോഫീൻ്റെ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ ഉണ്ടായത്. അത് ഞാൻ ആദ്യം മോനാണ് ടേസ്റ്റ് ചെയ്തത്. അവൻ ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവൻ്റെ എക്സ്പ്രഷൻ അവൻ എന്നോട് കമൻറ്റ് ചെയ്തതാണ് ബൂസ്റ്റ് ഇട്ട കാപ്പി അത്രയാണ്. അപ്പോൾ ശരിക്കും കുടിച്ചപ്പോൾ അങ്ങനെ തന്നെ. അവൻ ഒരു ചായപ്രിയനാണ്. ചായ കുടിച്ചിട്ടും വലിയ ഇഷ്ടമൊന്നും തോന്നില്ല. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് 2 പേർക്ക് മാത്രം ആദ്യം സെർവ് ചെയ്തത്. പിന്നെ ബാക്കി 2 പേരും വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു നെഗറ്റീവ് അടിച്ചു. ഞാൻ പറഞ്ഞാൽ ഒരു ബാഡ് ഡേ ഇൻ മൈ ലൈഫ് അത്രേ എനിക്ക് പറയാൻ കഴിയും. ഒരു ബോറിങ് ഡേ ഇൻ മൈ ലൈഫ് അത്രേ പറയാമെങ്കിലും മൊത്തത്തിൽ ഇവരെ കുറ്റം പറയാനില്ല. ആക്ച്വലി ആ ഡേയുടെ പ്രത്യേകതയാണെന്ന് പറയാം. അലോട്ട്മെൻറ്റ് വന്നില്ല, ബോറടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് 4 പേരും. അപ്പോൾ ഫ്രൈഡ് മോമോസ് ഓർഡർ ചെയ്തു. ഫ്രൈഡ് മോമോസും ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. സോറി ബൂസ്റ്റർ ചായ പോസിറ്റീവായിട്ട് റിവ്യൂ പറയാൻ പറ്റുന്നില്ല. കാരണം ഇഷ്ടമായിട്ടില്ല, നമുക്ക് ആർക്കും അത് ഇഷ്ടമായില്ല. അതുപോലെ കോഫീസ് അങ്ങനെ ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. മേ ബി നമ്മൾ ടയേർഡായതുകൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കാം. പക്ഷേ നമുക്ക് ബേസിക്കലി ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. എസൻസ് വാരിക്കോരി ഇട്ടൊരു ബിരിയാണിയായിരുന്നു. അത് വേറൊരു റെസ്റ്റോറൻറ്റിന്. അതും ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഫുഡ് തീരെ പറ്റുന്നുണ്ടായിട്ടില്ല അവിടുത്തെ. അപ്പോൾ ഇവർ വേറെ ഐറ്റംസ് ഇവർക്ക് 2 പിന്നീടാണ് വന്നത്. ഓക്കെ, ഇവരെന്തോ ഹസ്ബൻഡ് കോഫി ലാറ്റെ ഓർഡർ ചെയ്ത്, പിന്നെ ഇവൻ ഹേസൽനട്ട് കോഫി ഓർഡർ ചെയ്ത്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ എല്ലാം ഒറ്റ കാര്യം മനസ്സിലായി, ബൂസ്റ്റ് ഇട്ട കോഫി. അപ്പം നമ്മൾ കോമഡിയൊക്കെ അടിച്ച് ബൂസ്റ്റർ ചായ എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് ഇട്ട കോഫീസ് കിട്ടുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നോ നെഗറ്റീവ്സ്. ഓക്കെ, ബൂസ്റ്ററിനെ നമ്മൾ താഴ്ത്തി പറയുന്നതല്ല. നമ്മളൊരു ബാഡ് ഡേ ഇൻ ലൈഫ്, ഒരു ബോറിങ് ഡേ ഇൻ ലൈഫ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും ബോറിങ് ആയിരുന്നു. കാരണം നമ്മൾ ഔട്ടിങ്ങിന് പോയതല്ലല്ലോ, നമ്മൾ പോയ ഉദ്ദേശം നടന്നിട്ടില്ല. അതാണ് എന്താണ് പറയാനില്ല. കാരണം കുറേ കുട്ടികൾ അനുഭവിച്ചൊരു വിഷമമാണ്. നമ്മൾ ഇവരെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചപ്പോൾ അവരങ്ങനെ തന്നെ ലുലു മാളിൽ കറങ്ങുന്നുണ്ട്, അവിടെ കറങ്ങുന്നുണ്ട്, ഇവർ കിടന്നെന്ന് പറഞ്ഞു. അങ്ങനെ സീ മാജിക്കൻ കിച്ചണിൽ ഞാൻ സീമാട്ടിയിൽ പോയിട്ടില്ലേ, മോശമല്ലേ? അപ്പോൾ അവിടെ സീമാട്ടിയിലേക്ക് നമ്മൾ പോയി. അപ്പോൾ സീമാട്ടിയിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെ എന്താ അറിയില്ല, 7 മണിയാകുമ്പോഴാണ് നമ്മൾ പോയത്.
ആളില്ല, തിരക്കില്ല, ഒന്നുമില്ല. അവിടെയൊക്കെ നേരത്തെ കാലത്ത് എല്ലാവരും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൂടുന്ന ടൈപ്പാന്ന് തോന്നുന്ന ആൾക്കാർ. കാരണം ഞാൻ പോയപ്പോൾ ഒരു തിരക്കുമില്ല, തിരക്കില്ലാണ്ട് ഇതുപോലെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ ഏതെങ്കിലും നല്ലൊരു സാരി എടുക്കാം, എന്നാലും ബഡ്ജറ്റൊക്കെ നോക്കണം. അപ്പം സാരി ഇഷ്ടപ്പെടും, മെല്ലെ അതിൻ്റെ ടാഗ് നോക്കും. അയ്യോ വലിയ എമൗണ്ട് ആണെങ്കിലും മെല്ലെ അതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ വെക്കും. അങ്ങനെയൊക്കെ പോയി. ഏകദേശം ഒരു റേഞ്ച് ഉണ്ടായിരുന്നു, ഒരു 2500 റേഞ്ചിൽ വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു 2660 റുപ്പീസ്ക്ക് ഒരു നല്ലൊരു സാരി കിട്ടി. ഇതെല്ലാം എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് ഈ മാസം സെപ്റ്റംബറിൽ. ഞാൻ ചെന്ന് കൊടുക്കുക ജസ്റ്റ് ഒരു സാരി അവിടെ നിന്ന് വാങ്ങി. ഇഷ്ടപ്പെട്ടൊരു സാരി, നല്ലൊരു ബോഡി ഹഗ്ഗിങ് സാരി, കുറച്ച് സിൽക്ക് ടച്ചിലൊരു സാരി വാങ്ങി. ഹാപ്പി ആയി. അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ കുറച്ച് ടൈം എടുത്തു. ബാക്കി 3 പേരും അവിടെ ബോറിംഗ് ആയിട്ട് സോഫയിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരവിടെ ഇരുന്നു. അങ്ങനെ ഷീമാട്ടിയിൽ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് മോൾ ഓഫ് ജോയിലേക്ക് പോയി. അവിടെ എത്തുമ്പോഴേക്കും ഒരു 7:30 കഴിഞ്ഞ് 8 o'clock ആയി. അപ്പോഴേക്കും ഇതാ മോളൊക്കെ പൂട്ടി. 8 o'clock ആകുമ്പോഴേക്കും മോൾ ഓഫ് ജോയ് പൂട്ടി. ഒരു ജോയും ഉണ്ടായിട്ടില്ല. നമ്മൾ മാത്രം അവിടെ സൂപ്പർ മാർക്കറ്റ് മാത്രം ഒരെണ്ണം താഴത്തെ ഫ്ലോറിൽ തുറന്നിട്ടുണ്ടായിരുന്നു. ബാക്കി കണ്ടോ കംപ്ലീറ്റ് ക്ലോസ്ഡ്. അതുകൊണ്ടൊരു ബോറിംഗ് ഡേ ഓഫ് ലൈഫ് സ്പെൻഡ് അറ്റ് കോട്ടയം.